മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നാം ഇന്ന് വിശകലനം ചെയ്യാനായിട്ട് വേണ്ടി ആഗ്രഹിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി 15-ാം അധ്യായം. അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രഹാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രഹാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എനിക്ക് ദമാസ്കസുകാരൻ്റെ ഏലിയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. അബ്രഹാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കില്ല, നിന്റെ മകൻ തന്നെയായിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവനെ നീതീകരമായി കണക്കാക്കി. ഈ വചനഭാഗം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരോട് കർത്താവ് ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. നീ ഒരിക്കലും നശിക്കുകയില്ല, നീ അനുഗ്രഹീതനാണ്, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ആരെ ഭയപ്പെടണം? ഈ ലോകത്തു നിന്ന് പലതും നമ്മൾക്കെതിരെ വരുമ്പോഴും കർത്താവിൻ്റെ സൈന്യം, സ്വർഗീയ ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. എബ്രഹാമിനെ ദൈവം വേണ്ടതെല്ലാം നൽകി പരിപാലിക്കുന്ന ആ ദൈവം തന്നെയാണ് നമ്മളുടെ ദൈവം എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന സൃഷ്ടാവായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നിർമ്മലമായ ചിന്തകളോടുകൂടി ആയിരിക്കണം നാം കർത്താവിനെ ആരാധിക്കേണ്ടത്. അതിനുള്ള കൃപകൾ നമുക്ക് ലഭിക്കട്ടെ. ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.